ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനും മനുഷ്യലോകത്തിന്റെ പിതാവുമാണ് ആദം നബി അലൈഹിസ്സലാം. പ്രപഞ്ചനാഥനായ അള്ളാഹു ഇസ്ലാമിക പ്രബോധനം ലക്ഷ്യമാക്കി നിയോഗിച്ച പ്രവാചകന്മാരിൽ ആദ്യത്തെ പ്രവാചകനാണ് ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് അള്ളാഹു തന്റെ ആദ്യ സൃഷ്ടികളായ മലക്കുകളോട് പറഞ്ഞു, ഞാൻ ലോകത്ത് ഖലീഫയായി മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾ സദാ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലോകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുകയും ചെയ്യാൻ കാരണമാകുന്ന മനുഷ്യവർഗത്തെ സൃഷ്ടിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് മലക്കുകളുടെ അഭിപ്രായം അറിഞ്ഞപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയാത്തത് ഞാൻ അറിയുന്നവനാകുന്നു. പിന്നീട് മലക്കുകൾ എതിരഭിപ്രായം ഒന്നും പറഞ്ഞില്ല. ശേഷം അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. ആദ്യം മണ്ണിൽ നിന്നാണ് ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചത്. പിന്നീട് മണ്ണിൽ വെള്ളം ചേർത്തു. അങ്ങനെ ആ മണ്ണ് കളിമണ്ണായി. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തൻ്റെ കൈകൊണ്ടാണ് സൃഷ്ടിച്ചത്. ഇതിനെ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്ന് പറയുന്നു. ശേഷം ആത്മാവ് ഊതപ്പെടുകയും മനുഷ്യനായി രൂപപ്പെടുത്തുകയും ചെയ്തു. പ്രതാപവാനും മഹാനുമായ അള്ളാഹു ശനിയാഴ്ച ദിവസം മണ്ണ് സൃഷ്ടിച്ചു. ഞായറാഴ്ച ദിവസം അതിൽ മലകൾ സൃഷ്ടിച്ചു. തിങ്കളാഴ്ച ദിവസം മരങ്ങൾ സൃഷ്ടിച്ചു. ബുധനാഴ്ച ദിവസം പ്രകാശം സൃഷ്ടിച്ചു. വ്യാഴാഴ്ച ദിവസം മൃഗങ്ങളെ വിന്യസിച്ചു. വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. സൃഷ്ടിയുടെ അവസാനത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിലെ അസറിനും മഗ്‌രിബിനും ഇടയിലെ അവസാന യാമത്തിലായിരുന്നു ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പ്. ആദം നബി അലൈഹിസ്സലാമിന് 60 മുഴം നീളമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗത്തിലേക്ക് സ്വർഗാവകാശികളെ പ്രവേശിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ വലിപ്പം ആദം നബി അലൈഹിസ്സലാമിൻ്റെ രൂപത്തിലായിരിക്കുമെന്ന്.